നമ്മുടെ പുതിയ ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒഴിവാക്കി കളയുന്ന നാരങ്ങാത്തൊലി കൊണ്ടുള്ളൊരു അടിപൊളി ഉപയോഗമാണ് കേട്ടോ. ഒരു ഉപയോഗമല്ല, ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇത് വെച്ചിട്ടൊരു സൊല്യൂഷനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നാരങ്ങത്തൊലി, അതായത് 1.5 നാരങ്ങയുടെ തൊലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നാരങ്ങ നീര് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി അങ്ങോട്ട് കളയാണല്ലോ ചെയ്യുന്നത്. പിന്നെ അത് കളയാതെ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതാ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ, അതായത് സുർക്ക. 2 ടീസ്പൂൺ സുർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. നമ്മൾ ക്ലീനിങ്ങിനൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. എന്നാലേ നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. കുറേ പേര് ചോദിക്കാറുണ്ട് ബേക്കിംഗ് സോഡ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് പകരം ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന്. അത് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് പതഞ്ഞ് വരും. കാരണം നമ്മൾ കുറച്ച് വിനാഗിരി അല്ലേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഞാൻ ആദ്യം ഒരു സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ബാക്കിയുള്ള ലിക്വിഡ് കൊണ്ടുള്ള മെയിനായിട്ടുള്ളൊരു യൂസാണ് പറയാൻ പോണത്. നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് സോപ്പോ അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡൊക്കെ വാങ്ങിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലിക്വിഡാണ് കേട്ടോ ഇത് വെച്ചിട്ട് പാത്രം കഴുകി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പാത്രം കഴുകുമ്പോൾ അതിൽ എത്രത്തോളം അഴുക്കുണ്ടോ അതൊക്കെ വളരെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ. നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. ഇനി ഞാനൊരു എണ്ണ ഒരു പാത്രത്തിൽ പുരട്ടിയിട്ട് ഇത് എത്രത്തോളം പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റുമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സ്പൂണിലുള്ള എണ്ണയ്ക്ക് എത്ര പെട്ടെന്നാണ് പോകണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സാധാരണ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കഴുകുന്നെങ്കിൽ ആ എണ്ണ അവിടെ ആകെ പരന്നു പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആ എണ്ണയൊക്കെ പോയിട്ട് ഓയിൽ കണ്ടൻറ്റൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ പാത്രങ്ങളിൽ നിന്ന്. കണ്ടോ, നമ്മുടെ പാത്രം ഈ ഓയിൽ കണ്ടൻറ്റ് മാറ്റുക എന്നുള്ളത് മാത്രമല്ല നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. നാരങ്ങയുടെ തൊലി നമുക്കറിയാമല്ലോ, നല്ലൊരു സ്മെല്ലായിരിക്കും പാത്രങ്ങൾക്ക്. നമുക്ക് സോപ്പ് ഉപയോഗിച്ചിട്ടോ സോപ്പ് ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊക്കെ പാത്രം കഴുകി കഴിഞ്ഞാൽ എത്ര കഴുകിയാലും അതിലുള്ള ഒരു സോപ്പിൻ്റെ കണ്ടൻറ്റ് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. സോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സോപ്പ് ലിക്വിഡിന് പകരമായിട്ട് പാത്രം കഴുകാൻ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വിമ്മിൻ്റെ സോപ്പാണെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പാത്രത്തിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും സോപ്പിൻ്റെ ഇതൊക്കെ. അപ്പോൾ നമുക്കൊരു പേടിയാണല്ലേ നമ്മുടെ ഫുഡിലൊക്കെ അത് പെടുമോയെന്നൊക്കെ. അപ്പം ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പാത്രം കഴുകാൻ ഇനി പുറത്തുനിന്ന് സോപ്പ് വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ പാത്രങ്ങൾ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ബാക്കി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കുറച്ച് ലിക്വിഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് വെച്ചിട്ടുള്ള യൂസസാണ് കേട്ടോ പറയുന്നത്. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ആദ്യം സ്റ്റൗ ടോപ്പിലേക്ക് ഇത് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ്, വാൾ ടൈല്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ല രീതിയിൽ തുടച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ സ്റ്റൗവിൽ എന്തെങ്കിലും എണ്ണമയം ഉണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് പോവും. അതുപോലെ തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് ഒരൊറ്റ തവണ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ തന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇത് നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലിക്വിഡ് ക്ലോസറ്റിലേക്ക് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് അടിച്ചാൽ തന്നെ ബാത്റൂമിൽ നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ ഇതുപോലെ നമ്മുടെ ഭരണികൾ, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ കണ്ടെയ്നേഴ്സൊക്കെ അല്ലേ, അതിലൊക്കെ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ പ്രാണികളും കാര്യങ്ങളൊന്നും ഇരിക്കൊന്നുമില്ല. എല്ലാത്തിനും എന്താ പറയുക, ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ ഇത്. ഇൻഡക്ഷനിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് തുടച്ചെടുക്കാം. ഇനിയിപ്പോൾ സ്പ്രേ ചെയ്യണമെന്നില്ല കേട്ടോ, ഇതൊരു തുണിയിൽ ജസ്റ്റ് ആക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ ജനലുകൾ, വാതിലുകൾ ഒക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരൊറ്റ തവണ തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും.
ഈ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് കിച്ചൺ സിങ്കൊക്കെ നല്ല പളപള തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതാ കർട്ടനിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു ഫ്രഷ് എയർ, നല്ലൊരു സ്മെല്ല് കിട്ടാനും പിന്നെ അതുപോലെ തന്നെ പ്രാണികളൊന്നും ഈ കർട്ടനിൽ വന്നിരിക്കുന്ന പാറ്റ പോലുള്ള പ്രാണികളൊന്നും വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നിലത്തുണ്ടാവുന്ന പ്രാണികളും ഉറുമ്പുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ചിലർക്കെങ്കിലും തോന്നും ഇതൊക്കെ നമ്മുടെ ടൈലിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, ടൈല് ഡാമേജ് ആവുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ലിക്വിഡാണല്ലോ നമ്മൾ നിലം തുടക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ ബെറ്ററാണ്. ഇനി നമ്മൾ കല്ലുപ്പ് വെച്ചിട്ടുള്ള ഒരു ടിപ്പ് കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാനിതാ ഒരു കപ്പിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കൂടുതൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന ഇതുപോലുള്ള സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, സ്റ്റീലിൻ്റെയും സ്പോഞ്ചിൻ്റെ ഒക്കെ സ്ക്രബ്ബർ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ വെള്ളത്തിൽ മുക്കി വെച്ച് കൊടുക്കുക. ഒരു രാത്രി മുഴുവൻ മുക്കി വെച്ചിട്ട് രാവിലെ ഇത് നമ്മൾ നല്ല രീതിയിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. നമ്മളെപ്പോഴും പാത്രം കഴുകാതെ അങ്ങനെ തന്നെ വെക്കുക, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. അപ്പോൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ.